കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചും ടൈപ്സ് ഓഫ് മാർക്കറ്റുകളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നതല്ലേ. നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. അതായത് പ്രധാനമായിട്ടും ട്രേഡിങ്ങിനെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലേറ്റവും ഫസ്റ്റ് വണ്ണാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത്തേതാണ് സ്വിംഗ് ട്രേഡിംഗ്, മൂന്നാമത്തേതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്, നാലാമത്തേതാണ് സ്കാൽപ്പിംഗ്. യഥാർത്ഥത്തിൽ എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മളൊരു കമ്പനിയുടെ ഷെയർസിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാറുള്ളത്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും 2000 കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലൊരു 10,000 രൂപയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വന്നുകൊണ്ട് പറയാണ്, ഈ 10,000 രൂപ നീ ഒരു കാര്യം ചെയ്തോളൂ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോളൂ എന്ന് പറയാണ്. എന്നാൽ എൻ്റെ മറ്റൊരു ഫണ്ട് വന്ന് പറയാണ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട, അതിന് പകരം ലോങ് ടേമിലോട്ടുള്ള നല്ലൊരു കമ്പനി കണ്ടെത്തി ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോളൂ എന്ന് പറയാണ്. പക്ഷേ എനിക്ക് ഈ ക്യാഷ് സ്പെൻഡ് ചെയ്യാനുള്ള ആഗ്രഹമില്ല, എനിക്കിത് എന്ത് ചെയ്യണം, ഫ്യൂച്ചറിലോട്ട് എടുത്ത് വെക്കണം. ആ 2000 കാലഘട്ടത്തിലാണെങ്കിൽ എന്നെപ്പോലെയുള്ള മോസ്റ്റ് ഓഫ് ദ ആളുകൾ ആ കാലഘട്ടത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധ്യതയുള്ളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമായിരിക്കും അല്ലേ. നമുക്കിതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ച് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേമിലോട്ട് ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ 2000 കാലഘട്ടം നോക്കുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വാല്യൂ വരുന്നത് അറൗണ്ട് ഒരു 16 രൂപയാണ്. ഓക്കെ, നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഒരു 20 രൂപയായിട്ട് മാറ്റാം. ഓക്കെ, നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട്? 10,000 രൂപയാണ് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 10,000 രൂപ കൊണ്ട് നമുക്ക് 20 രൂപയുടെ എത്ര ഷെയർസ് വാങ്ങാൻ സാധിക്കും? ഏകദേശം നമുക്കൊരു 500 ഷെയർസ് വാങ്ങാൻ സാധിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ 2000 സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ടാറ്റ മോട്ടോഴ്സിൻ്റെ 500 ഷെയറുകൾ നമ്മൾ വാങ്ങുകയും ചെയ്തു. ഓക്കെ, 2000 കഴിഞ്ഞു, 2001 കഴിഞ്ഞു, 2002 കഴിഞ്ഞു. ഇത് നമ്മൾ നിൽക്കുന്ന 2025 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 700 രൂപയാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 രൂപയായിരുന്നു. ഈ 20 രൂപയിൽ നിന്ന് 700 രൂപയിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏകദേശം 500 ഷെയർസും അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ കയ്യിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ള ടാറ്റ മോട്ടോഴ്സ് ഷെയർസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 2000 കാലഘട്ടത്തിൽ വെറും 10,000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 3.5 ലക്ഷം രൂപയാണ്. ഇതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ലോങ് ടേമിലോട്ട് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ലോങ് ടേമിലോട്ട് ഒരു ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് മേ ബി ചിന്തിക്കാം, ഇത് ടാറ്റ മോട്ടോഴ്സ് മുകളിലോട്ട് പോയത് കൊണ്ടല്ലേ ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്ന് ജീവിക്കുന്നത് 2025 എന്ന് പറയുന്ന കാലഘട്ടത്തിലാണല്ലേ. ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സെക്ടേഴ്സിലാവും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം? ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യാം, EV സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ചില ആളുകൾ എനർജി സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ചില ആളുകൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്ടേഴ്സിലാവാം അല്ലേ. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? അടുത്തൊരു 20-25 വർഷത്തേക്ക് ഈ മേഖല വളരാം എന്നുള്ള നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ആണല്ലേ. ഇതേപോലെ 2000 കാലഘട്ടത്തിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി വളരാം എന്ന് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആളുകളാണ് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത 20-25 വർഷത്തേക്ക് ഏത് മേഖലയാണ് വളരാൻ സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തി ആ മേഖലയിലോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലോങ് ടേമിലോട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേമിലോട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്വിംഗ് ട്രേഡിംഗ്. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനിയുടെ ഷെയർസിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. എന്നാൽ ഒരു വർഷത്തിനു താഴെയോ ഒരു ദിവസത്തിന് മുകളിലോ നമ്മളൊരു കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയാറുള്ളത്. ഉദാഹരണത്തിന് 2 ദിവസം, 4 ദിവസം, 1 മാസം, 5 മാസം പോലെ ഒരു വർഷത്തിനു താഴെയോ എന്നാൽ ഒരു ദിവസത്തിന് മുകളിലോ. അടുത്തതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഒരു വർഷത്തിന് മുകളിലാണ് അല്ലേ. സ്വിംഗ് ട്രേഡിംഗ് പറഞ്ഞ സമയത്തോ ഒരു വർഷത്തിന് താഴെയോ ഒരു ദിവസത്തിന് മുകളിൽ, ആ ഒരു 1 ഡേ എന്ന് പറയുന്ന കാറ്റഗറി അവിടെ എടുക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സമയമായിട്ടുള്ള 9:15-നും 3:30-ക്കും ഇടയിൽ ഈ സമയത്തിനിടയ്ക്ക് തന്നെ നമ്മളൊരു കമ്പനിയുടെ ഷെയർസ് വാങ്ങുകയും വേണം, വിൽക്കുകയും വേണം. ഇതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയാറുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്തും അവിടെ ഒരു ലോങ് പീരീഡ് ഉണ്ട്, ഒരു കുറച്ചുകൂടി പീരീഡ് അവൈലബിൾ ആണ്.
പക്ഷേ ഇൻട്രാഡേ ട്രേഡിംഗ് ഒരു ചെറിയ 1 ഡേ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒന്നും ഭയങ്കരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഒരു സ്റ്റോക്കിൽ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ബ്രോക്കേഴ്സ് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ പവർ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയാറുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ 1000 രൂപയാണ്. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾക്ക് എത്ര ഷെയർസ് വാങ്ങാൻ സാധിക്കും? ഏകദേശം ഒരു 100 ഷെയർസ് വാങ്ങാൻ സാധിക്കും. ഓക്കെ, എന്നാൽ നിങ്ങളിത് നേരെ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബ്രോക്കർ നിങ്ങൾക്ക് 5x ആണ് ലിവറേജ് തരുന്നെങ്കിൽ ഈ 1 ലക്ഷം രൂപ ഓട്ടോമാറ്റിക്കലി 5 ലക്ഷം രൂപയായി മാറും. അതായത് നോർമൽ ട്രേഡിംഗ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് 100 ഷെയർസ് വാങ്ങാൻ സാധിച്ചാൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഈ 5x ലിവറേജ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് 5 ലക്ഷം രൂപയായി മാറിയത് കൊണ്ട് ഏകദേശം ഒരു 500 ഷെയർസ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ 500 ഷെയർസ് വാങ്ങാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് വരുന്ന സമയത്തും ലോസ് വരുന്ന സമയത്തും ഒരു ഭയങ്കരമായുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ബ്രോക്കേഴ്സ് കൊടുക്കുന്ന ഈ എക്സ്ട്രാ പവറിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് സ്കാൽപ്പിംഗ്. ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി നിങ്ങളൊരു 10 മണിക്ക് വാങ്ങി 10:05 വിറ്റു. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമാണ് ആ ഷെയർസ് നിങ്ങൾ കൈവശം വെക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ 1000 രൂപക്ക് വാങ്ങിയിട്ട് 1001 വിറ്റു. ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് മാത്രമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ പോയിന്റോ ചെറിയ ടൈം ഫ്രെയിമോ ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ 4 കാറ്റഗറീസാണ് ട്രേഡിങ്ങിലുള്ളത്. എന്നാൽ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇൻട്രാഡേ ട്രേഡിംഗ് വേറെയാണ്. അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നാണ്. കാരണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇന്റർഫേസിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് 2 കാറ്റഗറിയാണ് കാണാൻ സാധിക്കുക. ഒന്ന് ഇൻട്രാഡേ എന്നായിരിക്കും, രണ്ടാമത് ഡെലിവറി എന്നായിരിക്കും. ഈ ഡെലിവറി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ലോങ് ടേമും സ്വിംഗ് ട്രേഡിംഗ് വരുന്നത്. കാരണം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ സ്വിംഗ് ട്രേഡിംഗിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യയിൽ ആസ് പെർ ഇൻകം ടാക്സ് ലോ നിയമപ്രകാരം നമ്മളൊരു കമ്പനിയുടെ ഷെയർസിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന റിട്ടേണെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. എന്നാൽ ഒരു വർഷത്തിന് താഴെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന റിട്ടേൺ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. ഇവയുടെ ടാക്സ് റേറ്റുകൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലോങ് ടേം എന്നും സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നതും കാറ്റഗറൈസ് ചെയ്യുന്നത്. എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് മാക്സിമം ഒരു കമ്പനിയുടെ ഷെയർസ് ഒരു ദിവസം മാത്രം ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കലി പറയാറുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ 2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും രണ്ടാമത് ഡെലിവറി എന്ന് പറയുന്ന കാറ്റഗറിയും. ഈ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലിവറേജ് എന്ന് പറയുന്ന ബെനിഫിറ്റ് കിട്ടുകയും ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കൽ എന്താണ് നിർബന്ധമാണ്. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിലോട്ടോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലോട്ടോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്താ ചെയ്യാവുന്നതാണ്, ഇത് വിറ്റ് ഒഴിവാക്കാവുന്നതാണ്. അത് ഒരു വർഷത്തിന് മുകളിലാണെങ്കിൽ ലോങ് ടേമിലോട്ട് മാറുകയും ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇൻട്രാഡേ ട്രേഡിങ്ങും ഡെലിവറിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. സോ നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ പേജ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വരാനുണ്ട്. അതുപോലെ തന്നെ പുതിയ സ്ട്രാറ്റജീസ്, പുതിയ ടെക്നിക്കൽ, ഒരുപാട് കാര്യങ്ങൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ വിവരങ്ങൾക്കായി ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.